വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ആനുവൽ ഡേ പരിപാടിക്ക് പോകുന്ന ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. ഞാനും എൻ്റെ അർമാനും ഉമ്മയാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. എസാച്ച് പിന്നെ ഒരു ഡാൻസിനുള്ളത് കൊണ്ട് ഒരു 3 മണിയാകുമ്പോഴേക്ക് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി. നമ്മളൊരു 5 മണി 5:30 എല്ലാം ആകുമ്പോഴേക്ക് സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ സമ്മാനദാനമായിരുന്നു. എസാച്ചിനൊരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഓക്കും കിട്ടി ഒരു ചെറിയൊരു ട്രോഫി. അങ്ങനെ പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് വന്നു. ഞാനും അർമാനും ജസ്റ്റ് ഒന്ന് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ കഴിച്ചിനോ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് ആളെ തന്നെ മനസ്സിലാകുന്നില്ല. ആകെ മാറിയിട്ടാണ് ഇട്ടുണ്ടായത്. അപ്പോൾ ഇവരുടെ ഒരു നാടൻ ഡാൻസ് പോലത്തെ ഡാൻസാണ്. അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തെത്തി. അങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഓരോരോ ഡാൻസൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എസാച്ചിൻ്റെ ഫുള്ള് ഡാൻസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഡിലീറ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ പരമാവധി എല്ലാവരും ആസ്വദിച്ച് കാണുക. ഇതാണ് എസാച്ചിൻ്റെ ഡാൻസ് കേട്ടോ. ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 5ാമത്തെ കുട്ടിയാണ് കേട്ടോ എസ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുട്ടികളെ ഡാൻസും പരിപാടിയൊക്കെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ.
അങ്ങനെ എസാച്ചുവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓളെ ഞാൻ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്നാക്കെല്ലാം തിന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമും ഐസും ഇങ്ങനത്തെ എല്ലാം വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പരിപാടി കണ്ടിട്ടിരുന്നു. ഒരു 9 മണി വരെ നമ്മളവിടെ ഇരുന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു, പ്രോഗ്രാമായിരുന്നു എല്ലാ കുട്ടികളുടെയും. ഇവരുടെ മാത്രമേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ പൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ ഡ്രസ്സൊക്കെ എന്താ പറയുക, നാടൻ പാട്ടും ഇതൊക്കെ ആയതുകൊണ്ട് അത്ര വലിയൊരു കാണാനൊരിതുണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ സാച്ചുവിന് നാടൻ പാട്ടായിരുന്നു കിട്ടിയിരുന്നത്. അതും ഏകദേശം ലുങ്കി, തലയിൽ എന്തെങ്കിലും തോർത്തൊക്കെ കെട്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു, ഡ്രസ്സായിരുന്നു, കോസ്റ്റ്യൂം. അങ്ങനെ പിന്നെ കുറച്ച് പരിപാടിയൊക്കെ കണ്ടു. എല്ലാം അടിപൊളിയായിട്ട് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡാൻസ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ബാക്കിലായതുകൊണ്ട് വീഡിയോ ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ല. ഈ മേക്കപ്പ് ലുക്കിൽ എസാച്ചുനെ കാണുമ്പോൾ ഇതിനിടെ വൈറലായിട്ടുള്ളൊരു മൊണാലിസ ഉണ്ടല്ലോ, അതിനെ കേട്ടോ ഓർമ്മ വരുന്നത് കാണുമ്പോൾ മേക്കപ്പ്. പിന്നെ എല്ലാവരും മുഷിയാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു 9 മണിയെല്ലാം ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എനിക്കങ്ങനെ കൂടുതൽ ടൈം അവിടെ ഇരിക്കാനും പറ്റില്ല. എന്താ പറയുക, ഒരു ക്ഷീണം പോലെ ഇങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എസാച്ചുവിൻ്റെ ട്രോഫി. പിറ്റേന്നാണ് കേട്ടോ കയ്യിൽ കിട്ടിയത്. ടീച്ചർ വാങ്ങിച്ച് വെച്ചിട്ട് പിറ്റേന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.